ഹായ് ഓൾ, അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഓർഡർ വിശേഷങ്ങളും ഉണ്ട്. പിന്നെ ചിക്കൻ ചില്ലീൻ്റെ റെസിപ്പി കുറേ ദിവസമായില്ല ഒരാൾ ചോദിക്കുന്നത്. ചിക്കൻ ചില്ലീൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചിക്കൻ ചില്ലീൻ്റെ ഓർഡർ ഉണ്ട് അതിന്. അപ്പോൾ അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് പുതിയ ആപ്പിൾക്കുള്ള ഓർഡറാണ് രാത്രിക്കുള്ളത്. രാത്രി ഏകദേശം ഒരു 10-10:30 മണി 11 മണി തന്നെ അതിന് ഡെലിവറി ആകുമ്പോൾ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടായിന്. അപ്പോൾ അത് കൊടുക്കുന്നതും എടുക്കുന്നതും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഓർഡറിൻ്റെ സംഭവങ്ങളെല്ലാം ഒരു വക ഐറ്റംസ് എല്ലാം ഉണ്ടായിന്. പക്ഷെ ഓരോന്നോരോന്നെല്ലാം വേണേനു. ചിക്കന്, മട്ടന്, ബീഫ്, പാല്, അങ്ങനെ എന്തെല്ലാം ഐറ്റംസ്. അപ്പോൾ അതെല്ലാം പോയിട്ട് രാവിലെ തന്നെ പോയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ ഐറ്റംസും. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ടായിട്ടില്ലേ. അപ്പോൾ ഇപ്പോഴത്തെ പോലെ തന്നെ ബാബിയും ഉമ്മാവും ഉണ്ടായതാണ്. അപ്പോൾ ചിക്കനും മട്ടനും ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഒരാളെടുത്ത്, പിന്നെ കട്ടാക്കലും സംഭവങ്ങളെല്ലാം അല്ലേ അതെല്ലാം ഒരാളെടുത്ത്, പിന്നെ മിക്സിങ്ങും കാര്യങ്ങളെല്ലാം ഞാനിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളി കട്ടാക്കുന്ന സംഭവങ്ങളില്ലേ നമ്മൾ ഈ ചോപ്പർ വന്നതിന് ശേഷം പക്ഷേ അത് ഭയങ്കര ഒരു യൂസ് ആയിരുന്നു. എനിക്ക് കുറേ ഓർഡറും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അതിൽ കട്ടാക്കിയിട്ട് ആന്ന പോലെ കട്ടാക്കിയിട്ട് 2 സെക്കൻഡിൽ തന്നെ എത്ര നമുക്ക് 10-20-25 ഉള്ളി വേണമെങ്കിൽ റെഡിയാക്കാൻ കഴിയുന്നു. അപ്പോൾ ഓറെന്നെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ് ഉച്ചക്കേക്കും വേണോ 4 ട്രൈ പുഡിങ് എന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഉച്ചക്കേക്കുള്ള പുഡിങ്ങിൽ അപ്പൾക്കപ്പം റെഡിയാക്കിയതാണ്. അപ്പൾക്കപ്പം ഞാൻ ഉള്ള ഓർഡറിനെങ്കിൽ ഞാനിങ്ങനെ ഒന്ന് സെറ്റായതിനു ശേഷം ഇല്ലേ ഫ്രീസറിൽ കയറ്റി വെക്കുമ്പോഴും എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ തണുത്തതിന് ശേഷം താഴെ വെക്കലാണ്. അപ്പോൾ ഞാൻ മസാലപ്പൊടീൻ്റെ സംഭവങ്ങളെല്ലാം എടുത്തിട്ട് ആടുന്ന് എല്ലാം ഫ്രീസറിൽ കയറ്റിയതാണ്. സൈഡത്തെ ഡോർ എടുത്തിട്ട് അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് കൊണ്ടുപോകാൻ വരില്ല, നമ്മൾ റിക്ഷയിൽ കൊടുത്തേക്കാൻ പറഞ്ഞിന്. അങ്ങനെ റിക്ഷയെല്ലാം വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ 4 ട്രൈ പുഡിങ് ഡെലിവറി ആക്കി ഉച്ചക്ക് തന്നെ. അതിന് ശേഷം നമുക്ക് രാത്രിക്കുള്ള പുഡിങ്ങും റെഡിയാക്കുന്നുണ്ട്. ഞാൻ രാത്രിക്ക് ഉള്ള പുഡിങ് പൈനാപ്പിളും ഒരു 2 ട്രൈ ആണ് രാത്രിക്ക് പറഞ്ഞിട്ടുണ്ട് അതിന്. അങ്ങനെ രാത്രിക്ക് പൈനാപ്പിൾ ഒരു ട്രൈയും 1 ട്രൈ ക്യാരറ്റും റെഡിയാക്കിയിട്ട് വെച്ചു. അത് വെച്ചതിന് ശേഷം ഇല്ലേ ചിക്കൻ ഫ്രൈ ഇല്ലേ ഫുൾ ചിക്കൻ എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ ആളെന്നോട് ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഓവനിൽ വെക്കലില്ല ഫുൾ ചിക്കന്. അപ്പോൾ ഇന്ന് 3 ഫുൾ ചിക്കൻ്റെ ഓർഡർ ഉണ്ടായി. അപ്പോൾ ഓവനിൽ വെച്ചെങ്കിൽ നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു സ്മെല്ല് വരുന്ന പോലെ. അതുകൊണ്ട് ഞാൻ ചിക്കൻ ഓവനിൽ കയറ്റലേ ഇല്ല. അങ്ങനെ 3 ചിക്കനും രാവിലെ തന്നെ സെറ്റാക്കിയിട്ട് മുളകെല്ലാം പരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനില്ലേ അത് നല്ല ചൂടാകുമ്പോഴേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിരുന്നല്ലോ, ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ മൂടിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഈ ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ചില്ലീൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഈ ചോപ്പർ ഉള്ളത് കൊണ്ട് തന്നെ ഇല്ലേ പെട്ടെന്ന് കട്ടിങ്സിൻ്റെ സംഭവത്തിൽ ഒരു ടെൻഷനില്ല ഇപ്പോൾ അറിഞ്ഞാൽ. അങ്ങനെ അപ്പോൾ ചട്ടി നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ചിക്കനും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ടിട്ടില്ലേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു 1/4 മണിക്കൂർ വെക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വെച്ചിട്ടുണ്ടാവും. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓഫാക്കണം. ഓഫാക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ ഒരു ലാസ്റ്റ് കൊടുക്കാൻ നേരത്താണ് ഞാൻ പിന്നെ നല്ല ചൂട് എണ്ണ കെട്ടിച്ച് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കും. ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് തന്നെ വെന്തിട്ട് നല്ല വരുമോ. അപ്പോൾ ലാസ്റ്റ് നല്ലൊരു എണ്ണയിലിട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുത്തെങ്കിൽ നല്ല ഫുൾ ചിക്കൻ ഫ്രൈ ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതേയിൽ തന്നെ നമുക്ക് ചിക്കൻ ഉമ്മുക്കുൽസു ഇല്ലേ ഒരിക്കൽ ഒരു ട്രെൻഡായിട്ടുണ്ടായി ഉമ്മുക്കുൽസു ഇങ്ങനെ ചെയ്യാം. ചിക്കൻ ഇങ്ങനെ ആക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടായിട്ട് പിന്നെ ലാസ്റ്റ് ഒരു മുട്ട വേവിച്ചിട്ട് അതിൻ്റെ തലിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ടില്ലേ അതിനൊക്കെ കണ്ണും മൂക്കും ഒരു ഫോയിലൊരു ഷോളെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ല ഉമ്മുക്കുൽസ് വന്നു. അതൊരിക്കലും ഭയങ്കരത്തിൽ ഞാൻ കൊടുത്തോണ്ട് അതിന് ഒരു ട്രെൻഡിങ് ടൈമിൽ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ മസാല സംഭവങ്ങളെല്ലാം ഇല്ല ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കണമെന്ന് വിചാരിച്ചാൽ ഈ തിരക്കിൽ നമ്മൾ ചെയ്യുന്നല്ലേ. അപ്പോൾ അങ്ങോട്ടും അതിലേക്കുള്ള ഞാൻ മസാല എന്തെല്ലാം ഇട്ടത് നീരുള്ളി, തക്കാളി, പിന്നെ പച്ചമുളകില്ലേ പച്ചമുളക് കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിന്. ഒരു 10-30 പച്ചമുളക് ഇട്ടിനിലേക്ക് 3 പീസ് ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി, പിന്നെ കറിവേപ്പ്, മല്ലിച്ചപ്പ് എല്ലാം ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചതാണ് നല്ല പേസ്റ്റാക്കിയിട്ട്. ആ പേസ്റ്റാക്കിയിട്ട് ആയതിന് ശേഷം ഇല്ലേ അതിലേക്ക് കുറച്ച് കാശ്മീരി പൗഡർ എടുത്തിട്ടായതിനു ശേഷം കാശ്മീരി പൗഡർ, ഉപ്പ്, കളറ്, പിന്നെ കുറച്ച് അരിപ്പൊടി ഇല്ലേ അരിപ്പൊടി, കുറച്ച് കോൺഫ്ലോർ, പിന്നെ കബാബ് പൗഡർ എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അതിന് ശേഷം ലാസ്റ്റ് ഓയിലില്ലേ കുറച്ചൊരു 4-5 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നല്ലൊരു മസാല ആക്കിയിട്ട് എടുത്ത് അതിലേക്ക് ഞാൻ ഈ ചിക്കനെ മിക്സ് ആക്കി കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടെല്ലാം മിസ്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അങ്ങനെ. എന്നിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടില്ലേ ഏകദേശം 2-3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിന്. അതിന് ശേഷമാണ് ഞാൻ ഇതിലിട്ടത്. അപ്പോൾ ഇത് ഞാനൊന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ചെറിയ തീയിൽ അപ്പുറത്തെ ഗ്യാസിൽ വെക്കാം.
ആ ടൈമിൽ ഞാൻ നിങ്ങൾക്ക് ചിക്കൻ ചില്ലീൻ്റെ റെസിപ്പി കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാപ്സിക്കവും ഉള്ളി ഒന്നങ്ങനെ ഷേപ്പിൽ കട്ടാക്കണോ. പിന്നെ അതേ ചിക്കൻ്റെ മസാല തന്നെ മിക്സ് ആക്കിയിട്ടതിന് ശേഷം ഞാൻ ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ആക്കിയത് അവിടെ ഉണ്ട്. പിന്നെ സോസ് ഐറ്റംസ് എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി ഇങ്ങനെയും കട്ടാക്കണോ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സ്പ്രിങ് ഓണിയൻ വേണം. സ്പ്രിങ് ഓണിയനും ഞാനിവിടെ കട്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സംഭവങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ നമ്മൾ ചൈനീസ് ഐറ്റംസ് പോലെ ഉണ്ടാക്കുമ്പോൾ അതിനെല്ലാം സ്പ്രിങ് ഓണിയൻ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ ഉള്ളിത്തൈയില്ലേ, ആ ഉള്ളിത്തയ്യാണ് സ്പ്രിങ് ഓണിയനും പച്ചക്കറീൻ്റെ വീടെല്ലാം ഉണ്ടാകുന്നത്. ഞാൻ ഓരോരോ അടുത്തുണ്ടാകുന്നത് മറ്റേ കുമ്പള ടൗണിലെല്ലാം ഉണ്ടാകും. എന്താ ഒരു ഞാൻ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിന്. അതിലേക്ക് നല്ല ചൂടായിട്ട് വരുമ്പോഴേക്കില്ലേ നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളീൻ്റെ 2 സൈസിൽ കട്ടാക്കണോ. ഒന്ന് സാധാരണ നമ്മൾ കറിക്കെല്ലാം കട്ടാക്കുന്നില്ലേ അങ്ങനെ. പിന്നെ ഒരു 4 ഉള്ളി ഇല്ലേ നമ്മൾ ഒരു ചൈനീസ് സ്റ്റൈലിൽ കട്ടാക്കണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഇല്ല ഒരു 20 ആളെ ഓർഡറിലേക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാനിതാ 5 ഉള്ളി എടുത്തിട്ടുണ്ട്. 5 ഉള്ളി ഞാൻ ഇങ്ങനെ കട്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴേക്കില്ലേ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ ഇപ്പോൾ ഫ്രൈ ആക്കുമ്പോൾ അങ്ങനെ, പിന്നെ ആ ചിക്കൻ ഫ്രൈ ആക്കുന്ന വീഡിയോ എൻ്റെ മിസ്സായി എന്ന് പറഞ്ഞാൽ, ഫ്രൈ ആക്കുമ്പോൾ അങ്ങനെ നല്ല ഡ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ടിട്ട് ഒരു സോഫ്റ്റ് പോലെ അങ്ങനെ ആക്കിയാൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ ഉള്ളി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടില്ലേ. ഉപ്പെല്ലാം ഇടുമ്പോൾ കറക്റ്റ് നോക്കണം. നമ്മൾ ആ മസാലയ്ക്ക് ചിക്കൻ്റെ മസാലയ്ക്ക് ഉപ്പും സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയതല്ലേ, അപ്പോൾ ഉപ്പ് കൂടി പോകണ്ട. ജസ്റ്റ് ഒന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് ലാസ്റ്റ് ചെക്കാക്കിയിട്ട് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതാ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒരു കളർ മാറുന്നവരെ മൂടി വെക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിടാം, കൂട്ടുക കുറയ്ക്കുക. ഇതിപ്പോൾ എൻ്റെ ഓർഡറിനായതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. നമ്മളിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ 1 കിലോ ചിക്കൻ അങ്ങനെല്ലാം എടുക്കുന്നെങ്കിലേ ഒരു 3 ഉള്ളി മതി. 3 ഉള്ളി ഇങ്ങനെ ഈ കറീൻ്റെ പീസാക്കിയിട്ട് 2 ഉള്ളി മറ്റേ സ്ക്വയർ പീസാക്കിയിട്ട് കട്ടാക്കിയാൽ മതി. ടോട്ടൽ 5 ഉള്ളി. അപ്പോൾ അതാ ഗോൾഡൻ കളറായിട്ട് ഉള്ളി വന്നിട്ടുണ്ട്. ഈ ചിക്കനെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതെല്ലാം ഒന്ന് ഇട്ടിട്ട് നല്ല പാങ്ങലൊന്ന് മിക്സ് ആക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെയോ ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഉള്ളിയും ചിക്കനും എല്ലാം ഒന്ന് മിക്സ് ആട്ടെ. ഓക്കെ, അതിന് ശേഷം ഞാനിതാ ഈ സ്ക്വയർ ആക്കിയിട്ട് മുറിച്ച ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഉള്ളീനെ എങ്ങനെ നോക്കിക്കോ നിങ്ങൾ. നമ്മൾ ഒരു ഉള്ളി എടുത്തിട്ടില്ലേ ഒരു ഹാഫ് കട്ടാക്കിയതിന് ശേഷം അതിൻ്റെ നടുക്കുന്ന് കട്ടാക്കിയിട്ട് ഒരു 3 പീസാക്കിയാൽ മതി. അപ്പോൾ അത് ഈ ഒരു സ്ക്വയർ പീസിൽ കട്ടാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതാ വലിയ പീസ് തന്നെ ഞാൻ ക്യാപ്സിക്കം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് തന്നെ ഇട്ടിട്ടതിന് ശേഷം ഫുള്ളൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണോ. മിക്സ് ആക്കിയിട്ടതിന് ശേഷം ഇല്ലേ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ലോ ഫ്ലെയിമിൽ വെക്കണ്ട. ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ആക്കിയിട്ട് മടുക്കെടുക്കൊന്ന് ചെക്കാക്കിയാൽ മതി. അതിനാന്ന് പിന്നെ ഒരു 1/4 ഭാഗം വേവിച്ചെടുത്തത് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തതല്ലേ ചിക്കന്. പിന്നെ ഇതിലെല്ലാം ഒന്ന് കിടന്നിട്ട് മിക്സ് ആയാൽ മതി ചിക്കന്. പിന്നെ ഒരു 10-20-25 മിനിറ്റിൽ റെഡിയാകുന്ന സംഭവമല്ലേ. അങ്ങനെ പീസല്ലേ ഇല്ലേ വേണമെങ്കിൽ ചിക്കൻ ചില്ലി ആക്കുമ്പോൾ നമ്മൾ പീസൊന്ന് ചെറുതാക്കണവേ. മറ്റേ നമ്മൾ കറീൻ്റെ പീസിനേക്കാളും ഷോപ്പൊന്ന് മേങ്ങുമ്പോൾ തന്നെ ചില്ലീൻ്റെ പീസ് എന്നിട്ട് തന്നെ മേങ്ങിയെങ്കിൽ ഒരു ആ ഒരു തരുന്നു. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഞാനൊരു 3-4 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് സ്പൈസിയല്ലായിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ 3 സ്പൂൺ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റ് ഇങ്ങനെ ഇടുന്നല്ലെങ്കിൽ കട്ടാക്കിയിട്ട് ഇടുന്നതിന് പ്രശ്നമില്ല. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ചെറിയ കുന അരിഞ്ഞിട്ട് അങ്ങനെ ഇടലുണ്ട് ഇതിലേക്ക്. ഞാൻ ഇപ്പോൾ പേസ്റ്റ് തന്നെ ആക്കിയിട്ടാണ് ഇട്ടത്. അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ നല്ല പാങ്ങല ഒന്ന് തിളക്കട്ടെ. അതെല്ലാം എല്ലാം ഒന്ന് ആ ഉപ്പും എരിവും എല്ലാം ഒന്ന് മിക്സായിട്ട് നല്ല ചിക്കനിലേക്ക് പൊടിച്ചിട്ട് ആ നേരത്തോളം ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ഐറ്റം എല്ലാം കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാ സോസും എടുത്തിട്ടുണ്ട്. സോയ ഉണ്ട്, ചില്ലി ഉണ്ട്, പിന്നെ കെച്ചപ്പില്ലേ ടൊമാറ്റോ കെച്ചപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂൺ തന്നെ ഞാൻ സോയ കൂട്ടി കൊടുത്തിട്ടുണ്ട്, സോയാ സോസ്. പിന്നെ 1 സ്പൂണ് റെഡ് ചില്ലി സോസും കൂട്ടിയിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് കൂടുതൽ തന്നെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ടൊമാറ്റോ കെച്ചപ്പും കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചൈനീസ് സ്റ്റൈലാകുമ്പോൾ കുറച്ച് മധുരവും ഇങ്ങനെ വരണ്ടേ. അപ്പോൾ കെച്ചപ്പ് കുറച്ച് കൂടുതൽ തന്നെ കൂട്ടീന്. പിന്നെ ഇതിലേക്ക് ഒരു ഇത്തിരിയില്ലേ ഒരു ഉപ്പും സംഭവങ്ങളെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. കൂടുതലായി പോകണ്ട, പിന്നെ മധുരം വരും.
ജസ്റ്റ് ഒരു സ്പൂൺ പഞ്ചസാരയിൽ ഇട്ട് കൊടുക്കാനുണ്ട്. ഓക്കെ, ഫുൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടായതിനു ശേഷം ഇല്ലേ ഞാനൊരു 3 സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലോറിലേക്ക് ഇല്ലേ സാധാ വെള്ളം കൂട്ടിയിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. മിക്സ് ആക്കിയിട്ടായിട്ട് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് ഇട്ടിട്ടായിട്ടില്ലേ അതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താ പറയുക, സ്പ്രിംഗ് ഓണിയൻ നമ്മൾ കട്ടാക്കിയിട്ട് വെച്ചിട്ടില്ലേ അതാണ്. അപ്പോൾ ഇതിലേക്കുള്ള മസാല എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എന്തെന്ന്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ട് ഫുൾ ചിക്കൻ്റെ മസാല തന്നെ, ഉള്ളി തക്കാളി എല്ലാം അരച്ച മസാല അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. നിങ്ങൾ അതിടുന്നില്ലെങ്കിലേ ജസ്റ്റ് ഒരു ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും കബാബ് പൗഡർ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഇട്ടാൽ മതി. അതും റെഡി തന്നെയാണ് ഇതിൻ്റെ മിക്സ്. അങ്ങനെ എല്ലാ സംഭവവും റെഡി ആയിട്ടുണ്ട്. ഒരിത്തിരി ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിന്, ഒരു എരിവും സംഭവങ്ങളെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമേ. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചപ്പാത്തിക്ക്, പൊറോട്ടക്ക്, പുളിവാള എന്തിന് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കവേ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് സംഭവം. ഇതിലേക്ക് തന്നെ ഇല്ലേ ഇനി എനിക്കുണ്ടായിന് ചിക്കൻ മഞ്ചൂരിയനാണ് ഉണ്ടാക്കാൻ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളം ഇല്ലേ നല്ല തിളച്ച ചൂടുവെള്ളം കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സംഭവം എന്തായി, ചിക്കൻ മഞ്ചൂരിയനായി. ഇപ്പോൾ ചിക്കൻ ചില്ലിയാണ്, കുറച്ച് ഗ്രേവിയും ആയിട്ടാകുമ്പോഴേക്ക് അത് ചിക്കൻ മഞ്ചൂരിയനായി. എനിക്ക് ഓർഡർ ഉണ്ടായിന് മഞ്ചൂരിയനാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കമൻ്റ് ആക്കുക. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നില്ലേ അതേ ഒരു ടേസ്റ്റാണ് ഇതിലേക്ക്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോറെല്ലാം ഇട്ടിട്ടില്ല. ലാസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോഴേക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കാവേ, സാധാ വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഈ ചൂട് ചിക്കനിലേക്ക് ആ തിളച്ച വെള്ളം കൂട്ടുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് തന്നെ മാറുന്ന. സാധാ വെള്ളം ഒഴിക്കുമ്പോൾ വേറെ തന്നെയാണെന്നൊരു ഫീല്. അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മളെല്ലാ സോസും ഐറ്റമും സംഭവങ്ങളെല്ലാം ഒഴിച്ചിട്ട് ഇതും വെള്ളവും കൂടി കൂട്ടിയിട്ടാകുമ്പോൾ ഇല്ലെന്നൊക്കെ ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആയിട്ടാകുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ ഇത് വെള്ളം കുറച്ച് കുറവുണ്ട്, ഇനിയും കുറച്ച് കൂടുതൽ തന്നെ വെള്ളം കൂട്ടി. ഇപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ചിക്കന്, അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരപ്പാട്ട വെള്ളം തന്നെ കൂട്ടി കൊടുത്തിന്. 2-3 വട്ടമായിട്ട് ഇങ്ങനെ ഒന്നാകെ കൂട്ടിയതല്ല, ചെക്കാക്കിയിട്ട് നോക്കിയിട്ടായിട്ട് കൂട്ടിയതാണ്. അപ്പോൾ അതായിപ്പോൾ നോക്കിയാൽ കുറച്ച് കാണുമ്പോൾ നിങ്ങൾക്കൊരു വെള്ളം പോലെ ഇല്ലേ, പക്ഷേ ഇത് നല്ല തിളച്ചിട്ടാ നമ്മളെ കോൺഫ്ലോറെല്ലാം തിളച്ചിട്ട് ഒന്ന് സെറ്റായിട്ടാകുമ്പോഴേക്കില്ലേ നല്ലൊരു ഗ്രേവി തന്നെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാനില്ലേ പൊറോട്ടക്കല്ലേ നല്ല മാച്ചാണ്. നമ്മൾ ഹോട്ടലിലെല്ലാം അധികം ചോദിക്കുന്നതല്ലേ അല്ലേ, ചിക്കൻ മഞ്ചൂരിയൻ പൊറോട്ട അങ്ങനെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ തുടങ്ങിയ പാടില്ലേ കാറ്ററിങ്ങിൻ്റെ സംഭവം സ്റ്റാർട്ടിങ്ങിൽ പൊറോട്ട എല്ലാം ചൂടാൻ തുടങ്ങിയ പാട് മസാല കുറേ മഞ്ചൂരിയനും പൊറോട്ടയും ഞങ്ങൾക്ക് പോയിക്കൊണ്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ ആ ഒരു മോന്തി നേരത്തെല്ലാം ലാസ്റ്റിൻ്റെ നേരത്തെ തന്നെ ചൂടാന്ന് പറഞ്ഞു ചോദിക്കുന്നത്. അപ്പോൾ രാത്രി ചൂടുണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിലാണ്, നല്ല പകല പൊയ്ക്കൊണ്ടായിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കാം. അപ്പോൾ അതാ ഫുള്ളൊന്ന് തിളച്ചോണ്ട് വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ എല്ലാം ഇട്ടിട്ട് അതിന് ശേഷം നല്ല ഒന്ന് ഉപ്പെല്ലാം ഞാൻ ഒന്ന് ചെക്കാക്കിയിട്ടുണ്ടായിന്, എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മൂടി വെച്ചിട്ട് മാറ്റിയേക്കാം. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കാനുണ്ട്, കുറേ ഐറ്റം ഉണ്ടായിന്. പിന്നെ ബീഫ് പെപ്പർ കറി, പിന്നെ ചിക്കൻ മഞ്ചൂരിയൻ, ഫുൾ ചിക്കന്, പിന്നെ പിന്നെന്താ മട്ടൻ പച്ച മസാല ചാറ്, പുളിവാളം, പിന്നെന്ത് കൽത്തപ്പം ഇല്ലേ, കൽത്തപ്പം, പിന്നെ മറ്റേ ഐറ്റംസ് നമ്മളെ പുഡിങ്, അങ്ങനെ എല്ലാ ഐറ്റമും ഉണ്ടായിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം പുറത്ത് റെഡി ആകുന്നുണ്ട്. ഞാൻ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എന്നെ ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇതില്ല രാവിലെ നമ്മൾ ഇറങ്ങിന് കിച്ചണിലേക്ക്. അപ്പോൾ ഉമ്മാവും ബാബിയെല്ലാം വരുമ്പോൾ ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ട്, 10 മണി 9 മണി എന്തോ. അപ്പോൾ അതെല്ലാം ആയിട്ട് കൊടുക്കുമ്പോഴേക്കില്ലേ രാത്രി 11 മണി ആയിട്ടുണ്ട്. മാഷാ അല്ലാ, രാവിലെ മുതൽ രാത്രി വരെ കിച്ചണിൽ തന്നെ ഉണ്ടായിന്. ഇത്രയെല്ലാം സംഭവം റെഡിയാക്കി കൊടുക്കണ്ടേ. അതാ ആ ടൈമിന് ചിക്കൻ നല്ല വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ടായിന് ചിക്കനെ. പിന്നെ രാത്രി 9:30-10 മണിയാകുമ്പോൾ അത് പിന്നെ ഞാൻ എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ടെടുത്ത. അപ്പോൾ നല്ല ചൂടോടെ തന്നെ ഉണ്ടാകുന്നു കൊടുക്കുമ്പോൾക്ക്. അപ്പോൾ അത് ഈ ചോപ്പർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ചോപ്പർ യൂസ് ആക്കാം. നല്ലൊരു യൂസാണ്. പിന്നെ നമുക്ക് കാറ്ററിങ്ങിലുള്ളവർക്ക് എന്തായാലും വേണ്ടിയത് തന്നെ അങ്ങനെ. അപ്പോൾ എല്ലാ സംഭവങ്ങളും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ കണ്ടെയ്നറായിട്ട് മാറ്റിയേക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബീഫ് കറി കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മട്ടനില്ലേ, മട്ടൻ പച്ച മസാല കറിയാണ് ഉണ്ടാക്കിയത്. പൊറോട്ട ഉണ്ടായിന്. പിന്നെ പുളിവാളം കൽത്തപ്പമാണ് അപ്പമായിട്ട് കൊടുത്തത്.
അങ്ങനെ അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ടേബിളിൽ സെറ്റാക്കിയിട്ടുണ്ട്. ക്യാരറ്റ് പുഡിങ്ങും ഈ മറ്റേ പൈനാപ്പിൾ പുഡിങ് ഇല്ലേ അതും ഉണ്ടായിന്. അങ്ങനെ എല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ ചിക്കൻ്റെ ചൂടോടെ തന്നെ ഒന്ന് ഫോയിൽ ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തെങ്കിൽ നല്ല ഉറുക്കാടെ കിട്ടുമ്പോൾ ചൂടോടെ തന്നെ ഉണ്ടാവുമല്ലോ. പുതിയാപ്പിളത് ഏകദേശം ഒരു 10, 11, 12 മണി ആകുമ്പോൾ എങ്ങനെയാണ് പുതിയാപ്പിളമാർ വരുന്നത്. ഇതിപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ഏകദേശം 11 മണിയായിന്. നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ 11 മണിക്ക് വന്നെങ്ങനെ അരമണിക്കൂർ നമുക്കിത് പാക്കാക്കാനും ഫോട്ടോസ് എടുക്കാനും ഇങ്ങനെ ആയിട്ട് അങ്ങനെ പോകുന്നു അറിയാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ പാക്കിങ്ങും കഴിഞ്ഞിട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ. 2-3 ദിവസമല്ല കുറേ സൈഡ് ഓർഡറും കാര്യങ്ങളും ഇങ്ങനെ ആയതുകൊണ്ട് ഡെയിലി വീഡിയോ ഇടാനേ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ആ ടൈമിൽ വേറെ എന്തെല്ലാം പണി ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കാനും കഴിയുന്നില്ല. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ 3 ചിക്കൻ അതിനും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 20 ഓർഡറാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അങ്ങനെ 20 ഓർഡർ ആകുമ്പോഴേക്കും ഒരാൾ ചോദിക്കുന്നുണ്ട് സ്നാക്സ് എല്ലാം എത്ര വേണ്ടി പറയേണ്ടതെന്നല്ലോ. അപ്പോൾ ഞാൻ 20 ഓർഡർക്ക് 20 തന്നെ എല്ലാ ഐറ്റമും സ്നാക്സ് എല്ലാം കൊടുക്കൽ. പിന്നെ മട്ടൻ്റെ സൂപ്പ് ഉണ്ടായിന് പറഞ്ഞ കണക്ക്. മട്ടൻ്റെ സൂപ്പ് 20 എല്ലാം 20 ഐറ്റമാണ് മട്ടൻ്റെ സൂപ്പെല്ലാം. ഇതും അങ്ങനെ ചൂടോടെ വരുന്ന ടൈമിൽ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയതാണ്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് വിളമ്പുമ്പോൾ ലേറ്റാണെങ്കിൽ നിങ്ങൾ ആടെ ഒന്ന് ചൂടാക്കിയിട്ട് വിളമ്പിയാൽ മതി. സൂപ്പെല്ലാം ചൂടോടല്ല കഴിക്കണ്ടേ. സൂപ്പ് ഞാൻ എല്ലാ ഐറ്റമും ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം ഫുൾ ചിക്കൻ അപ്പുറത്തെ എണ്ണയിലിടാൻ ഇപ്പുറത്തെ സൂപ്പ് റെഡിയാക്കിയതാണ്. സൂപ്പ് നമുക്കില്ലേ ഇപ്പോൾ ഗ്യാസിൽ മട്ടൻ സൂപ്പാണ് ഇതിപ്പോൾ ഓർഡർ തന്നിട്ടുണ്ട് അതിന് വേണമെന്ന് പറഞ്ഞത്. 1 മണിക്കൂർ നമുക്കത് ഗ്യാസിൽ വെക്കണം. ഫസ്റ്റ് 1 വിസിലായതിനു ശേഷം പിന്നെ 10 വിസിലാക്കണം. അങ്ങനെ ടോട്ടൽ 11 വിസിലാണ് സൂപ്പിന്. അതിൻ്റെ റെസിപ്പി ഞാൻ ഒരിക്കൽ കാണിക്കാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.